ഹലോ, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം, വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ അതിനായിട്ട് ദേ ചിക്കനെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികളെല്ലാം ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അങ്ങ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ ചിക്കൻ മസാല ഇട്ടു, പിന്നെ തിരിഞ്ഞാണ്ട് ഞാൻ പൊടികളെല്ലാം ഇട്ടത്. ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കണം. നല്ലോണം അത് തിരുമ്മി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. വറുത്തരച്ചാണല്ലോ കറി വയ്ക്കേണ്ടത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് മുളക് ഇട്ടിട്ടുണ്ട്, വേപ്പില ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇട്ട് അത് നന്നായിട്ട് വറുത്ത് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്കും കൂടി കുറച്ച് പൊടികളെല്ലാം ചേർക്കണം. ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടി എല്ലാം കുറച്ച് 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 ചേർക്കണം. അത് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വറുക്കല്ല എങ്കിലും ഒരുവിധം വറുത്ത് എടുക്കണം. അപ്പോൾ അതേ ചിക്കൻ എല്ലാം വറുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലൊരു പണിയായിരുന്നു. ഇതങ്ങനെ വറുത്തെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കാനായിട്ട്. അപ്പോൾ അതേ ചിക്കൻ എല്ലാം വറുത്ത് വന്നത് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം അങ്ങനെയുള്ളതെല്ലാം ഇട്ട് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വേപ്പിലയും പച്ചമുളകും എല്ലാം ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇടാം. സവാള 5 or 6 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം സവാള വഴഞ്ഞു വരണം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് അത് നന്നായിട്ട് വഴഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. അപ്പം ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്നും കൂടി പോയിട്ടില്ല കേട്ടോ, എല്ലാം പാകത്തിന് തന്നെയാണ്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം നമുക്കതിനകത്തേക്ക്. അതൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചേക്കണ ചിക്കൻ അതിനകത്തേക്ക് ഇടാം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ആ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനും ഇടാം. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്ത് വെച്ചത് മാറ്റി വെച്ചിട്ടില്ലേ, അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആ അരപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാം. ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ മൂടി വെച്ച് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല ഗ്രേവിയായിട്ട് തിക്കായിട്ട് കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ചിക്കൻ വറുത്തിട്ട് ഈ തേങ്ങ വറുത്തരച്ച ഇതും കൂടി ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.